നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം മാർച്ച് 8 കൊല്ലം ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ചു. 2026 മാർച്ച് 8 ഞായറാഴ്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തുന്നതോടനുബന്ധിച്ച് കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെ ആദരിച്ചു. ജവഹർ ബാലഭവനിൽ നടന്ന വനിതാ ദിനാചരണം അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. എന്റെ അമ്മ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. 10ാം ക്ലാസ്സിൽ മൂത്ത ബ്രദർ ഉണ്ടായി അമ്മയുടെ പഠിത്തം അവിടെ അവസാനിച്ചു. അമ്മയുടെ അനിയപ്പ കുറച്ചുകൂടെ സമയം കിട്ടിയുള്ള അവർ ടീച്ചർമാരായിരുന്നു, പഠിക്കാൻ മിടുക്കരായിരുന്നു, സ്വന്തം ഏണിങ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്വത്തൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്വാതന്ത്ര്യമാണ് നമുക്ക് വരുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം അത് ഭരണഘടനയിൽ പറയുന്നില്ല. ആർട്ടിക്കിൾ 14 പറയുന്നുണ്ടല്ലോ. ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമം പോലും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അത് ആർട്ടിക്കിൾ 13 പറയുന്നുണ്ട്. ദാറ്റ് വിൽ ബി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നും നമ്മൾ വനിതാ ദിനം ആചരിച്ച് വനിതകളുടെ അവകാശങ്ങൾ എന്താണെന്നും വനിതകൾ എങ്ങനെ വരണമെന്നും ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ നമ്മളിന്ന് സംസാരിക്കുന്ന ദിവസത്തിൽ പോലും പറയേണ്ടി വരുന്നത് നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ എത്തണം. ഞാനും ഒരുപാട് കാര്യങ്ങളെ ഇടിച്ച് തരപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ആളാണ്. സത്യം പറയട്ടെ, ഈ ഐഷ പോറ്റി ഒരു മനുഷ്യരോട് മിണ്ടാതിരുന്ന ആളാണ് കേട്ടോ. നിയമ ബിരുദാനന്തര ബിരുദത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 83 പോയി ജോയിൻ ചെയ്യുമ്പോൾ സ്ത്രീകൾ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. സ്ത്രീ ശക്തിയും സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും അർഹിക്കുന്ന വിധത്തിൽ ഇനിയും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന വിഷയം കാര്യമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പീഡനങ്ങൾ, വിവേചനങ്ങൾ ഇവയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനെതിരെ ശബ്ദിക്കുവാൻ വനിതകളെ പ്രാപ്തരാക്കി എടുക്കുന്നതിനുള്ള നിരവധി കർമ്മ പരിപാടികൾക്ക് കൈറ്റ് ക്ലബ്ബ് നേതൃത്വം നൽകി വരുന്നു. പരിപാടിയിൽ കൊല്ലം കൈറ്റ് ക്ലബ്ബ് ചെയർമാൻ വടക്കേവിള ശശി അധ്യക്ഷത വഹിച്ചു. നമുക്ക് കോർപ്പറേഷൻ ഓഫീസും മാസം തോറും പല സ്കൂളുകളിലും നമുക്ക് കൈറ്റ് ക്ലബിൻ്റെ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. നമ്മുടെ സെൻറ് മേരീസിലെ ടീച്ചർക്ക് അവിടെ കുട്ടികൾക്ക് പട്ടം കൊടുക്കാൻ കഴിഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാനിൽ ഉദയ സുകുമാരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കൈറ്റ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി കുരീപ്പുഴ വിജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ RP ബാങ്കേഴ്സ് R പ്രകാശൻ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ MLA ഇവിടെ എത്തിയപ്പോൾ ഈ ഡയസിൽ ഇരിക്കുവാനുള്ള വനിതകളെ ഈ ചടങ്ങിൽ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർമാരായ T ഷൈനി, B ശൈലജ, പ്രഫീൻ കുമാർ, ഷൈമ മാഹീൻ, ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രബോധസ് കണ്ടച്ചിറ, ബാബുരാജ്, സുനിത തങ്കച്ചൻ, ബിന്ദു അനിൽ പരവൂർ, മുണ്ടക്കൽ ചന്ദ്രൻ പിള്ള, അനി, ശിവപ്രസാദ്, ഷിബു റാവുത്തർ, P രാജേഷ്, ഷീബ തമ്പി, അവതാരക കല്യാണി എന്നിവർ സംസാരിച്ചു. സിവിൽ ഡിഫൻസ് സേന അംഗങ്ങൾ, പാലിയേറ്റീവ് നഴ്സുമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, കരാട്ടെ പരിശീലക, ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിലെ വനിതകൾ ഉൾപ്പെടെ 100ഓളം പേരെ ചടങ്ങിൽ സ്നേഹാദരവ് നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.